വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയത്തിലേക്കെന്ന് സൂചന. തുടർ നടപടികൾക്കായി മന്ത്രിസഭാ ഉപസമിതി എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം CPI അംഗീകരിച്ചേക്കും. വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ LDF യോഗം ചേരും. നവംബർ 4-ന് ചേരുന്ന CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടതിലുള്ള രോഷം, പാർട്ടിയെ അപമാനിച്ചെന്ന പൊതുവികാരം, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിച്ച ഘടകങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ അനുനയത്തിനുള്ള വാതിലുകൾ പൂർണ്ണമായി കൊട്ടിയടക്കേണ്ടെന്നാണ് CPIയുടെ നിലപാട്. മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം CPI അംഗീകരിക്കാനാണ് സാധ്യത. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സമിതി പരിശോധിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നീക്കങ്ങളുടെയും പൂർണ്ണ അധികാരം CPI മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട ഈ സമിതിക്കായിരിക്കും. അടുത്ത ദിവസം LDF യോഗം വിളിച്ചു ചേർക്കാനും ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. തർക്കം നീട്ടിക്കൊണ്ടുപോകാൻ CPIക്ക് താല്പര്യമില്ലെന്ന് മന്ത്രി P. പ്രസാദിന്റെ പ്രതികരണത്തിലും വ്യക്തം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കൂടുതലായിരുന്നല്ലോ. അടുത്ത മാസം 4-ന് CPI സംസ്ഥാന കൌൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനു മുമ്പ് LDF യോഗം ചേരാനും തീരുമാനമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിനു മുമ്പ് പ്രശ്നപരിഹാരത്തിനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തള്ളി മന്ത്രി V. ശിവൻകുട്ടി. മതനിരപേക്ഷത ഉറപ്പാക്കി വിദ്യാർത്ഥികളുടെ പക്ഷത്തായിരിക്കുമെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മന്ത്രി പറഞ്ഞു. PM ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ മറുപടി. മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട അക്കാദമിക് ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. അനാവശ്യ വിവാദങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ട. വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കുമെന്ന് പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ ശിവൻകുട്ടി പറഞ്ഞു. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുമ്പിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ല എന്നും മന്ത്രി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ മാറ്റി നിർത്തുമെന്നും ലേഖനത്തിൽ മന്ത്രി പറഞ്ഞു വെച്ചു. ഏത് പുസ്തകം സ്വീകരിച്ചാലും ഏത് പാഠഭാഗം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് എന്നും ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മന്ത്രി കൂടുതൽ പ്രതികരണം നടത്തിയില്ല. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞുമാറി. പ്രശ്നമുണ്ടായി. ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. PM ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. നിങ്ങൾ അറിയേണ്ടത് ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷ നയം വിജയിക്കും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടുണ്ട്. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. PM ശ്രീയിൽ വിശദീകരണം നടത്തി അനുരഞ്ജനത്തിന് മന്ത്രിയും CPM ശ്രമിക്കുമ്പോൾ വഴങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മീഡിയ 1 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി വിഷയത്തിൽ എതിർപ്പുന്നയിക്കാൻ CPIക്ക് യോഗ്യതയില്ലെന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്തിന്റെ പരിഗണനയിൽ വരേണ്ട വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് കൈമാറാൻ മുൻപ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിയമനിർമ്മാണം നടത്തിയവരാണ് CPI എന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. മീഡിയ 1 പോഡ്കാസ്റ്റ് 1 സ്റ്റോറിയിലായിരുന്നു പ്രതികരണം. ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത് സംസ്ഥാനത്തിൻ്റെ അധികാര പട്ടികയിൽപ്പെടുത്തിയതല്ലേ. എഡ്യൂക്കേഷൻ ഹെൽത്ത് പോലെ കംപ്ലീറ്റ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എന്നാണ് ഈ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്? അടിയന്തരാവസ്ഥക്കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൺകറന്റ് ലിസ്റ്റിലായി. അന്ന് ആരാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിദ്വാന്മാർ? ഇന്ന് ഏറ്റവും കൂടുതൽ വേളം ഉണ്ടാക്കുന്ന CPI എവിടെയായിരുന്നു? അന്ന് തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വിരകി തുടങ്ങിയത്. ഉയർന്ന ഫീസ് നിരക്കിനെതിരെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം നടക്കുകയാണിപ്പോൾ. ഉയർന്ന ഫീസ് വർധന ആരോപിച്ച് കാർഷിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജായി ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി പഠനം നിർത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? സംഘർഷഭരിതമാണോ സാഹചര്യം?
നേരത്തെയും ഈ ഫീസ് വർധനവിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് കാർഷിക സർവകലാശാല സാക്ഷ്യം വഹിച്ചാണ്. നേരത്തെ കഴിഞ്ഞ മാസത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ നടക്കുകയും ഇത് വിദ്യാർത്ഥികളെ കൂടി വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രമേ നടപ്പിലാക്കൂ എന്ന് കാർഷിക സർവകലാശാല അറിയിച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും കാർഷികശാല അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായതോടെയാണ് ഇന്ന് SFI സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടി സംഘർഷമായി. ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ജലപീരങ്കിയുടെ ശക്തിയേറ്റ് പല സ്ഥലത്ത് വീഴുന്നത് നമ്മൾ കണ്ടു. പിന്നീടാണ് ഇവർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ബ്ലോക്കിന് മുന്നിലേക്ക് പോയത്. അവിടെ ഷട്ടറിട്ട് അടച്ച സ്ഥിതിയിലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. ഫീസ് വർധനവുമായി മുന്നോട്ട് പോകാൻ കാർഷിക സർവകലാശാല പദ്ധതിയിടുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ തുടർ പ്രതിഷേധങ്ങളാണ് ഒരുങ്ങുന്നത്. നേരത്തെ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പഠനം മുടങ്ങിയ സാഹചര്യം നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുന്നു, പഠനത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള അറിയിപ്പ് കൃഷിമന്ത്രി നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സർവകലാശാല ക്യാമ്പസിലെ SFI പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തം. SIR നടപ്പിലാക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. SIR പ്രായോഗികമായ പ്രശ്നമുണ്ടാക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉടനടി SIR നടപ്പിലാക്കിയേ തീരുവെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധം സംശയനിഴലിലാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. ഇത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും SIR വ്യാപിപ്പിക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിച്ചുകൂടാ എന്ന് മുഖ്യമന്ത്രി. തീരുമാനം ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാ തലങ്ങളിലും ഇതിനെ എതിർക്കും. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർബന്ധമായി SIR നടപ്പിലാക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിൻ്റെ തിരക്കിനിടയ്ക്കാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നീക്കം നിർബന്ധിതമായിട്ട് നടത്തുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊരു അനാവശ്യമായിട്ടുള്ള ധൃതിയാണ്. അതേസമയം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. മീഡിയ വൺ, തിരുവനന്തപുരം. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായി കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന വിശദീകരണവുമായി GCDA. നടപടികളിൽ സുതാര്യതയില്ലെന്ന് സ്ഥലം MLA ഉമാ തോമസും ഇല്ലാത്ത കരാർ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് GCDA എന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി. GCDA കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണെന്നും കായികമന്ത്രി V അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. 2024 സ്പോൺസർക്ക് മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ സർക്കാരിന്റെ കത്ത് ലഭിച്ചെന്നും 2025 സെപ്റ്റംബർ 19 കായികമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഡിയം കൈമാറിയതെന്നുമാണ് GCDAയുടെ വിശദീകരണം. സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു നടത്തിപ്പ് ചുമതല. സെപ്റ്റംബർ 25 ചേർന്ന GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്തെന്നും GCDA വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നും നടപടികളിൽ സുതാര്യതയില്ലെന്നുമാണ് GCDAയുടെ ജനറൽ കൗൺസിൽ മെമ്പറും സ്ഥലം MLAയുമായ ഉമാ തോമസിന്റെ വാദം. പല കാര്യങ്ങളും എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിങ്ങിൽ വിളിച്ചിരിക്കുന്നത്. ഇതാരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ, അതോ GCDA ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു ചാനലുകാരന് കൊടുത്തിട്ട് ഇതങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക? വിശ്വാസമില്ലാത്ത ഒരാളെ കൂട്ടുപിടിച്ച് വൻ കൊള്ളയ്ക്ക് സർക്കാർ ശ്രമിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം. സ്പോൺസറുടെ മുൻകാല ചരിത്രവും പണത്തിന്റെ ഉറവിടവും അന്വേഷിക്കണമെന്നും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. സ്പോൺസർമാരായിട്ടുള്ള ആളുകളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും അവരെക്കുറിച്ചിട്ടും വലിയ പരാതികളും ആശങ്കകളും ഇന്ന് ഉയർന്നു വരികയാണ്. കാരണം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ ഒരു സ്പോൺസറെ കണ്ടെത്തിയത്? സ്റ്റേഡിയത്തിലെ പോരായ്മകൾ പരിഹരിച്ച് ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണെന്നും കായികമന്ത്രി V അബ്ദുറഹ്മാനും പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നവംബർ 30-നകം സ്റ്റേഡിയം കൈമാറുമെന്നാണ് സ്പോൺസർമാരുടെ വിശദീകരണം. അപ്പോഴും കരാറിലെ അവ്യക്തത നിലനിൽക്കുകയാണ്.
മീഡിയ 1 കൊച്ചി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി കത്ത് നൽകിയത് എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തെ ശിക്ഷാളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പിന്റെ അസാധാരണ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് അറിയേണ്ടത്. സെൻട്രൽ ജയിലുകളിലെയും വിയൂർ അതീവ സുരക്ഷാ ജയിലിലെയും സൂപ്രണ്ടുമാർക്ക് നൽകിയ കത്തിൽ വിടുതൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പരോളാണോ അല്ലെങ്കിൽ വിട്ടയക്കാനാണോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ പ്രതികളെ വിട്ടയക്കുന്നതിന് വേണ്ടിയല്ല കത്തെഴുതിയതെന്നാണ് ബൽറാം കുമാർ ഉപാധ്യായ വിശദീകരിക്കുന്നത്. അപ്പോഴും പ്രതികളുടെ വിടുതലിൽ ആഭ്യന്തര സുരക്ഷ പോലീസാണ് പരിശോധിക്കേണ്ടതെന്നിരിക്കെ ജയിൽ വകുപ്പിന് എന്ത് കാര്യം എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രതികൾ മോചിതരായാൽ സുരക്ഷാ പ്രശ്നമില്ലെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ ഉണ്ടായതെന്ന് സംശയിക്കപ്പെടുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യിച്ച കൊലപാതകമാണ്. പ്രതികൾ വാടക കൊലയാളികളാണ്. അവരെ സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ നിയമവിരുദ്ധ നടപടികളും സ്വീകരിക്കുകയാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായിട്ട് നേരിടുക തന്നെ ചെയ്യും. ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതോടെ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പ്രതികൾക്ക് സർക്കാരിന്റെ കരുതലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ നീക്കം. കേസിലെ പ്രതിയായ കൊടിസുനി തുറവൂർ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് നിലവിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. ഹൈക്കമാൻഡിന് മുന്നിൽ അതൃപ്തിയുമായി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ലെന്നും ദേശീയ നേതൃത്വം വിളിച്ച യോഗത്തിൽ തുറന്നടിച്ചു. കെപിസിസി അധ്യക്ഷൻ, പ്രവർത്തക സമിതി അംഗങ്ങൾ, പ്രതിപക്ഷ നേതാവ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ അധ്യക്ഷന്മാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഉൾപ്പെടെ ചർച്ച നടത്താനും സംഘടനാ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാനുമാണ് AICCയിൽ യോഗം വിളിച്ചത്. തർക്കങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് സ്വാഭാവികമാണ്. എല്ലാ തർക്കങ്ങളും തീർന്നു വരിക. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങളാണ്. അതിനാണെങ്കിൽ സംഘടനാ കാര്യങ്ങളും വരാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും KPCC സെക്രട്ടറി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ പോലും ആശയവിനിമയം കൃത്യമല്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളോ KPCC യോഗങ്ങളോ വിളിച്ചു ചേർക്കുന്നില്ല. വയനാട് DCC അധ്യക്ഷൻ നിയമിച്ചത് മാധ്യമങ്ങൾ വഴിയാണ് നേതാക്കൾ അറിഞ്ഞത്. എതിർ സ്ഥാനാർത്ഥിയോട് 5 അക്ക വോട്ടിന് തോറ്റവരെ പോലും KPCC ജനറൽ സെക്രട്ടറിമാരാക്കി. K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മീഡിയ 1 ഡൽഹി. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ CPM സമരം. ഒയാസിസ് മദ്യ കമ്പനിക്കെതിരെ നിയമ നടപടിയടക്കം തീരുമാനിക്കാനുള്ള യോഗം തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് ഭരണസമിതി ആരോപിച്ചു. ഭരണസമിതി യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. ഒയാസിസ് കമ്പനിക്ക് അനുമതി കൊടുക്കുന്ന സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുക, ഒയാസിസ് കമ്പനിക്കെതിരെ പ്രമേയം പാസാക്കിയ ഗ്രാമസഭയ്ക്ക് അംഗീകാരം നൽകുക എന്നതടക്കമുള്ള അജണ്ടയാണ് ഭരണസമിതി യോഗത്തിലുള്ളത്. രാവിലെ 8 മണി മുതൽ CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന്റെ 2 ഗേറ്റും പൂട്ടിയിട്ട് ഉപരോധിച്ചു. പലതവണ കോൺഗ്രസിന്റെ ഭരണസമിതി അംഗങ്ങളും CPM പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒയാസിസിന് വേണ്ടിയാണ് CPM സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. ഈ സ്വർണം കട്ടവര് ഇന്ന് എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായവര് ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്ന നാടകമാണിത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് പറയാൻ. പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ നേരത്തെ തീരുമാനിച്ച സമരമാണെന്നും ഉപരോധ ദിവസം തന്നെ ഭരണസമിതി യോഗം വെച്ചത് എന്തിനാണെന്ന് CPM നേതാവ് നിതിൻ കണിച്ചേരി ചോദിച്ചു. ഞങ്ങളിപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ കുറ്റവിചാരണ യാത്ര നടത്തുകയായിരുന്നു. ആ 2 ജാഥകൾക്കൊടുവിൽ ആ ജാഥയിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം നടത്തുമെന്നുള്ളത്. ആ സമര ദിവസം തന്നെ ബോർഡ് തീരുമാനിച്ചത് പഞ്ചായത്തിന്റെ ദുഷ്ടലാക്കാണ് എന്ന് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. തങ്ങൾക്ക് പഞ്ചായത്തിൽ കയറാൻ പോലീസ് സൗകര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. ഏതാനും CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 11:45 ഉപരോധ സമരം അവസാനിച്ചത്. സമയം വൈകിയതിനാൽ ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സെക്രട്ടറിക്കെതിരെ കോൺഗ്രസും BJPയും ബോർഡ് യോഗത്തിൽ പ്രതിഷേധമുയർത്തി. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചു. സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.
താമരശ്ശേരി അമ്പായത്തോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലെ സംഘർഷത്തിന്റെ ഭീതി ഒഴിയാതെ പ്രദേശത്തെ കുട്ടികൾ. കൂടത്തായി സെന്റ് ജോസഫ് LP സ്കൂളിൽ കുട്ടികൾ എത്തുന്നില്ല. ഭയം കൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ എത്താത്തതെന്ന് അധ്യാപകർ പറഞ്ഞു. പോലീസിനെ പേടിച്ച് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നും കുട്ടികളും പറയുന്നു. ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങില്ലായിരുന്നു, പോലീസുകാരെ പേടിച്ച്. എനിക്ക് പേടിയാവുക ഇന്നലെ രാത്രിയൊക്കെ. ഞങ്ങൾക്ക് പഠിക്കാനും സ്കൂളിൽ പോകാനൊക്കെ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മനെ ഒന്നും കാണില്ല പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാളെ ഒക്കെ പോയി നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല എൻ്റെ അമ്മേനെ. ആളൊഴിഞ്ഞ വീടുകൾ, അച്ഛനമ്മമാർ എവിടെയാണെന്നറിയാതെ കുട്ടികൾ, ഭയം നിറഞ്ഞ കുഞ്ഞുമുഖങ്ങൾ. ഫ്രഷ് കട്ട് സംഘർഷം ബാക്കിയാക്കിയത് ഇതൊക്കെയാണ്. പോലീസുകാർ രാത്രികാലങ്ങളിലും വീടുകൾ കയറി ഇറങ്ങുമ്പോൾ പിടയുന്നുണ്ട് കുഞ്ഞു മനസ്സുകൾ. ഞങ്ങൾക്ക് LSS ഒക്കെ ഉണ്ട്, അത് നല്ലോണം പഠിക്കാനൊന്നും പറ്റില്ല. സ്കൂളിൽ പരീക്ഷ ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ പോവാണ്ടിരിക്കാനും പറ്റില്ല. എനിക്കും എൻ്റെ അനിയത്തിക്കും ഇപ്പോൾ അലർജിയാണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര അലർജിയാണ്. പരീക്ഷാകാലം അടുക്കുമ്പോൾ പഠനം മുടങ്ങുന്നതിന്റെ ആശങ്കയിലാണ് രക്ഷിതാക്കൾ. കുട്ടികൾ വണ്ടി കണ്ടെന്ന പേടിച്ചോടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? കൂടത്തായി സെന്റ് ജോസഫ് LP സ്കൂളിൽ 70ഓളം കുട്ടികൾ പഠിച്ചിരുന്നു. ഇപ്പോൾ സ്കൂളിൽ എത്തുന്നത് 4-5 കുട്ടികൾ മാത്രം. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം തീരെ കുട്ടികൾ സ്കൂളിലില്ല. ഒരു 4-5 കുട്ടികൾ മാത്രമാണ് നിലവിൽ സ്കൂളിൽ വരുന്നത്. മറ്റുള്ള കുട്ടികളൊന്ന് പേടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് വരാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഒളിവിൽ പോയവരിലും വിദ്യാർത്ഥികളുണ്ട്. കാലങ്ങളായി സഹിക്കുന്ന ദുർഗന്ധത്തിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനത്തിനായി സമരത്തിനിറങ്ങിയവരാണ് ഇപ്പോൾ ഭീതിയിൽ കഴിയുന്നത്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ ശുദ്ധമായി ശ്വസിക്കാനും കളിക്കാനും പഠിക്കാനും ഒക്കെ അവകാശമുള്ളവരാണ് ആ കുഞ്ഞുങ്ങളും. എന്തൊക്കെയോ ഭയങ്ങളുടെ പേരിൽ മാത്രം അതൊന്നും നഷ്ടപ്പെടുത്തിക്കൂടാ. അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൃത്യമായി കൗൺസിലിംഗ് നൽകാനും അധികാരികൾ ശ്രദ്ധിക്കണം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്ക് റാന്നി കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചിരുന്നു. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ SIT ആവശ്യപ്പെട്ടു. ഇരുവരും തമ്മിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. നെല്ല് സംഭരണ യോഗം മുഖ്യമന്ത്രി മാറ്റിവെച്ചു. ഭക്ഷ്യ, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ യോഗത്തിനെത്തിയ ശേഷമാണ് യോഗം മാറ്റിവെച്ചത്. യോഗത്തിലേക്ക് മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചെങ്കിലും മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചെന്നും വിവരങ്ങൾ. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന പട്ടിക രാജ്ഭവന് കൈമാറി സർക്കാർ. സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ചു. സുപ്രീംകോടതിയിലെ ഹർജി തീർപ്പാക്കിയ ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാടിൽ ഗവർണർ. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന് സുപ്രീംകോടതി. നേരിട്ട് കേസെടുക്കാനാകില്ല എന്ന കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി. വഖഫ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രജിസ്ട്രേഷൻ കാലാവധി നീട്ടി നൽകണമെന്ന് സമസ്ത. അറ്റകുറ്റപ്പണിക്കായി ഇടുക്കി മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കുന്നു. പ്രതിദിനം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് CMRL. KSRTCയിൽ വീണ്ടും CITU സമരം. മാറ്റി നിർത്തപ്പെട്ട മുഴുവൻ ബദലി ജീവനക്കാരെയും തിരിച്ചെടുക്കണമെന്നും സൂപ്പർ ക്ലാസ് സർവീസുകളിലെ ഡ്യൂട്ടികൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നും ആവശ്യം. നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ കിരീടം നിലനിർത്തി മലപ്പുറം. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി തുടർച്ചയായ 4ാം വർഷവും ചാമ്പ്യന്മാരായി. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിനാണ്. ചാമ്പ്യന്മാരുടെ പേരിൽ മാറ്റമില്ലാതെയാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അവസാനിക്കുന്നത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം നിലനിർത്തി. ജില്ലാ അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന് തന്നെ. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി തുടരും. ഫോട്ടോ ഫിനിഷിലേക്കെന്ന് തോന്നിപ്പിച്ച അത്ലറ്റിക്സ് മത്സരത്തിന്റെ അവസാനം 4x100 മീറ്റർ റിലേയിലെ ആധിപത്യമാണ് മലപ്പുറത്തിനെ ജേതാക്കളാക്കിയത്. ഒരു മീറ്റ് റെക്കോർഡടക്കം 3 സ്വർണമാണ് റിലേയിൽ മലപ്പുറം നേടിയത്.
മലപ്പുറം 247 പോയിന്റും പാലക്കാട് 212 പോയിന്റുമാണ് നേടിയത്. സ്കൂളുകളിൽ തുടർച്ചയായ 4ാം വർഷവും മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരായി. 78 പോയിന്റാണ് നേട്ടം. 13 കുട്ടികളുമായി മത്സരിക്കാനെത്തിയ VMHS വടവഞ്ഞൂർ 58 പോയിന്റ് നേടി രണ്ടാമതെത്തി. കഴിഞ്ഞ തവണ 2ാം സ്ഥാനക്കാരായിരുന്ന നാവാമുകുന്ദ തിരുനാവായ 3ാം സ്ഥാനക്കാരായി. സ്പോർട്സ് ഹോസ്റ്റലുകളിൽ 57 പോയിന്റ് നേടിയ GV രാജിയാണ് ചാമ്പ്യന്മാർ. 1825 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയ തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിന് അർഹരായി. ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കൂടി സ്വർണം നേടിയതോടെ പാലക്കാടിന് നിവേദ്യ കലാധർ ട്രിപ്പിൾ സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ റിലേയിൽ സ്വർണം ലഭിച്ചതോടെ ആദിത്യ ആജിയുടെ സ്വർണ്ണ നേട്ടം 4ആയി. ഗവർണർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം 4 മണിക്ക് ആരംഭിക്കും. കണ്ണൂരിലാണ് അടുത്ത കായികമേള നടക്കുക. ഫോട്ടോ ഫിനിഷ് എന്ന പോലെ ചാമ്പ്യൻ പട്ടത്തിനായി മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ടു. 4x100 മീറ്റർ റിലേയിൽ മാസായി മലപ്പുറം എത്തിയതോടെ ഒരിക്കൽ കൂടി ചാമ്പ്യന്മാരായി മലപ്പുറം. റെക്കോർഡുകളുടെ പെരുമഴ കൊണ്ടും താരങ്ങളുടെ മികച്ച പ്രകടനം കൊണ്ടും തിരുവനന്തപുരം കായികമേള കായികപ്രേമികളിൽ എങ്ങും തങ്ങി നിൽക്കും. നിതിൻ സേവ്യറിനും സാദിഖ് പാറക്കലിനും സനോജ് കുമാർ ബേപ്പൂരിനുമൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.